നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീച്ചികൾ രാരീരാരിരം രാരോ. ഇങ്ങനെ എത്ര എത്ര മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ കേട്ടതല്ലേ. പണ്ടേ നമ്മൾ കേൾക്കുന്നല്ലോ ഇത്തരം ഗാനങ്ങളൊക്കെ. അത് ആ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ മോഹൻ സിത്താരയുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ അല്ലേ, നമ്മൾ പലരും കണ്ടു കാണും. ഇത്തിരി വേദനയോടില്ലാതെ നമുക്കിത് കാണാൻ പറ്റില്ലല്ലേ. അദ്ദേഹം ഇപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു കാലത്ത് ഓടിച്ചാടിയാണ് മനുഷ്യൻ അല്ലേ. 4-5 സിനിമകൾക്ക് വേണ്ടി ഒരേ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഗാനങ്ങൾ ചിട്ടപ്പെട്ടിരുന്നു പോലും. ഇന്ന് അദ്ദേഹം അവസാനയിലാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഒരു സമയത്ത് ഫ്ലോറിൽ 48 മണിക്കൂർ ഉറങ്ങാതിരുന്നുകൊണ്ട് തലയുറ്റി വീണിന് പോലും. ആലോചിച്ച് നോക്കണം അല്ലേ. അന്നൊക്കെ ഇത്തരം സംഗീത സംവിധായകർക്കൊക്കെ ചെറിയ പൈസയൊക്കെ ഉണ്ടാവും, ഇൻകമൊക്കെ ഉണ്ടാവും അല്ലേ. ചെറിയ പൈസയൊക്കെ എത്ര ഗാനങ്ങൾ, എത്ര മനോഹരങ്ങളായ ഗാനങ്ങളാണെന്ന് അല്ലേ. ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ മൂളിപ്പാടി നടന്ന ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങളാണെന്ന്, ഇദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ പറഞ്ഞ ഗാനങ്ങളാണെന്ന്. അത് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതേപോലെ എടുത്ത് പറയുന്നു, പിന്നെ ഈ നീർമിഴി പീലി എന്നുള്ള പാട്ട് ONV കുറുപ്പ് സാർ എഴുതിയത് നീൽമിഴിപ്പീലിൽ നീളമുള്ള മിഴികൾ എന്നാണ് പോലും ഉദ്ദേശിച്ചത്. പക്ഷെ യേശുദാസ് പാടിയപ്പോൾ അത് നീർമിഴിപ്പീലിൽ എന്നായിപ്പോയി പോലും. പിന്നെ അത് തിരുത്താൻ നിന്നില്ല, അത്രത്തോളം നല്ല മനോഹാരിതയുള്ളതുകൊണ്ട് തിരുത്താൻ നിന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പോഴുള്ള കഷ്ടപ്പാടുകളെ പറ്റി പറയുമ്പോൾ ഇത്തിരി വേദനയോടില്ലാതെ നമുക്ക് ആർക്കും ഈ ഇന്റർവ്യൂ കാണാൻ പറ്റില്ല അല്ലേ. അപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തെ ഓർമ്മ വരുന്നത്, നമ്മുടെ ഇളയരാജ സാറിനെ അല്ലേ. അദ്ദേഹം ഇതിനൊക്കെ പാട്ടിനൊക്കെ ഇത് റോയൽറ്റി വേണമെന്ന് ആവശ്യപ്പെട്ടില്ലേ അല്ലേ. അദ്ദേഹം കോടതി കേസോ മറ്റോ ആണ്. അപ്പോഴും അങ്ങനെയാണ് മനുഷ്യന്മാർ, അങ്ങനെയാണ്. അദ്ദേഹം എത്ര മനോഹരങ്ങളായ ഗാനങ്ങളാണെന്ന് ആലോചിച്ചു വേണം അല്ലേ. എത്രയോ ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നമ്മളത് പാടി നടക്കുന്നു അല്ലേ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അവസരമില്ലാണെന്ന് ആലോചിക്കുമ്പോൾ വേദനയോടില്ലാതെ ഇത് നമുക്ക് കാണാൻ പോലും പറ്റില്ല ഈ ഇന്റർവ്യൂ. അപ്പോഴാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഗാനം ഓർമ്മ വരുന്നത്, ശ്രീകുമാരൻ സാറിന്റെ. അദ്ദേഹത്തിന് ഫിലോസഫി ടച്ചോടെയല്ലേ ഗാനങ്ങളൊക്കെ എഴുതുകയല്ലേ. അദ്ദേഹത്തിന്റെ ഒരുവിധം ഗാനങ്ങളൊക്കെ അത്തരം ഗാനങ്ങളല്ലേ അല്ലേ. അതിലൊന്നാണ് ഇത്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അതൊരു പച്ചയായ സത്യമല്ലേ അല്ലേ. നമ്മളൊക്കെ ഓർക്കേണ്ട സത്യങ്ങളാണത് അല്ലേ. ഒരു ജീവിത സത്യമാണത്. ചിരിക്കുമ്പോഴെല്ലാവരും ഉണ്ടാവും, ഉള്ളപ്പോഴെല്ലാവരും ഉണ്ടാവും, ഇല്ലാത്തപ്പോഴും ആരെയും കാണില്ല അല്ലേ. അതിലെ സത്യം. ഓക്കെ, താങ്ക് യു.